അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് ക്ലാസ് 1309. ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അൻ ആയിഷ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുനി വഹുവ സ്വായിമുൻ. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പുകാരനായിരിക്കെ അവിടുന്ന് എന്നെ ചുംബിക്കാറുണ്ടായിരുന്നു. അയ്യുക്കും യംലിക്കു ഇർബഹു, നിങ്ങളിൽ ആർക്കാണ് അവൻ്റെ വിചാരത്തെ നിയന്ത്രിക്കാൻ കഴിയുക? കമാ കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംലിക്കു ഇർബഹു, തിരുമി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അവിടുത്തെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നു. അപ്പോൾ നോമ്പുകാരനായിരിക്കെ ഭാര്യയെ ചുംബിക്കാൻ പറ്റുമോ ഇല്ലയോ? അവൻ്റെ വിചാരങ്ങളൊക്കെ നിയന്ത്രിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നോമ്പ് മുറിയുകയില്ല. അതേ സമയത്ത് അവൻ അതിന് കഴിയൂല എന്നുണ്ടെങ്കിൽ, അവൻ്റെ വിചാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയൂല എന്നുണ്ടെങ്കിൽ അവൻ ചുംബിക്കാൻ പാടില്ല. അത് നോമ്പ് മുറിയാൻ അത് കാരണമാകും. കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ രേഖപ്പെടുത്തിയത് കാണാം. വസ്ത്രത്തിൻ്റെ മുകളിലല്ലാതെ ചുംബിക്കുകയും സ്ഖലനം സംഭവിക്കുകയും ചെയ്താൽ അതുകൊണ്ട് നോമ്പ് മുറിയുമെന്ന്. അപ്പോൾ അവന് നിയന്ത്രിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ അവന് അതുകൊണ്ട് തെറ്റല്ല. അതുപോലെ തന്നെ പുറത്തുള്ള വല്ല വസ്തുക്കളും ഉള്ളിലേക്ക് ചേർന്നാലും നോമ്പ് മുറിയും. ചുംബനങ്ങളിലൂടെ മറ്റുള്ളത് ഉള്ളിലേക്ക് വല്ലതും ചേരാൻ പാടില്ല. ഉള്ളിലേക്ക് വല്ലതും ചേർന്നാൽ നോമ്പ് മുറിയാനും അത് കാരണമാകും. പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. അപ്പോൾ ഈ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം, ചുംബനം രണ്ട് രൂപത്തിലുണ്ട്. വിചാരത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിൽ ഉള്ള ചുംബനവും അല്ലാത്ത രൂപത്തിലുള്ള ചുംബനവും. നിയന്ത്രിക്കാൻ കഴിയുന്നവന് നോമ്പ് മുറിയുകയില്ല, അല്ലാത്തവന് അത് നോമ്പ് മുറിയാൻ കാരണമാകും. ഈ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ചില നിസാര വിഷയങ്ങളെ കൊണ്ട് നമ്മുടെ നോമ്പ് നാം അറിയാതെ ബാത്തിലായി പോകും, നഷ്ടപ്പെട്ടു പോകാൻ അത് കാരണമാകും. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ എന്തുമാവാം, പക്ഷേ പകൽ സമയത്ത് നോമ്പുകാരനായിരിക്കെ നാം ഭാര്യയുമായി ഇടപഴകുമ്പോൾ നമ്മുടെ നോമ്പ് നഷ്ടപ്പെടാൻ അത് കാരണമാകുമോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ രൂപത്തിൽ, അവൻ പൊരുത്തപ്പെട്ട രൂപത്തിൽ നോമ്പ് അനുഷ്ഠിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.